ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ സുധിയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം സീനാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതി വിളക്ക് കൊളുത്തുന്നു, ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു. വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ പഴയ ഓണർ വന്ന് സുധി വിളിക്കുന്നു. സുധി ഒന്ന് വരൂ എന്ന് പറയുന്നു. സുധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പഴയ ഓണറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അയാൾ കൈ കൊടുത്തതിന് ശേഷം പറയുന്നു, സുധി ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഫയൽ സുധിയുടെ നേരെ നീട്ടിയിട്ട് പറയുന്നു, ഇതാ ഷോപ്പിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിലുണ്ട്. അത് മേടിക്കാനായി പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി ഇടപെട്ടിട്ട് പറയുന്നു, അങ്കിൾ ഒരു നിമിഷം, ഞങ്ങൾക്ക് എല്ലാം അമ്മയാണ്, ഇത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കൂ. അപ്പോൾ അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് സന്തോഷമുണ്ടാവുന്നു. അപ്പോൾ സുധിയും പറയുന്നു, അമ്മേ വേടിക്കമ്മേ എന്ന് പറയുന്നു. അങ്ങനെ ഓണർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചന്ദ്രമതിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അത് കണ്ട് എല്ലാവരും, അച്ചമ്മയും മറ്റുള്ളവരും എല്ലാവരും സന്തോഷിക്കുന്നു. വർഷ അതെല്ലാം മൊബൈലിൽ പകർത്തുന്നുണ്ട്. ചന്ദ്രമതി ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം മോനെ എന്ന് വിളിച്ച് ശ്രുതിയെ ഏൽപ്പിക്കുന്നു. ശ്രുതി അത് സന്തോഷത്തോടെ വാങ്ങുന്നു. ശ്രുതിക്കും സന്തോഷമാകുന്നു, അച്ഛനും സന്തോഷമാകുന്നു, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ശ്രുതി അനുഗ്രഹം വാങ്ങാനായി അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുന്നു. എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നവർ അച്ഛൻ്റെ കാല് പിടിക്കുന്നു. അതിനുശേഷം അച്ഛമ്മയുടെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങുന്നു. എന്നിട്ട് സന്തോഷത്തോടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, അച്ഛാ എൻ്റെ ഷോപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ്. എല്ലാവരും സന്തോഷിക്കുന്നു. അപ്പോൾ വീണ്ടും പഴയ ഓണർ വന്ന് സുധിയോട് പറയുന്നു, സുധി ഒന്ന് വരൂ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടെയുള്ള പഴയ 2 സ്റ്റാഫിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, സുധി ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോഴേ എൻ്റെ കൂടെയുള്ള 2 സ്റ്റാഫാണ്. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള 2 സ്റ്റാഫുകളാണ്. ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോഴേ എൻ്റെ കൂടെ ഉള്ളതാണ്. ഇവർ നിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരം ചെയ്യും, ഇവരെയും കൂടെ നിർത്തിക്കൂ. അപ്പോൾ സുധി സന്തോഷത്തോടെ താങ്ക് യു സാർ എന്ന് പറയുന്നു. അങ്ങനെ പഴയ സ്റ്റാഫും പഴയ ഓണറിനോട് താങ്ക് യു പറയുന്നു. അതിനുശേഷം സുധി ആ 2 സ്റ്റാഫുകളോടായി കളിയാക്കി ചോദിക്കുന്നു, നിങ്ങളെ 2 പേരുടെയും ഷർട്ട് പൂർത്തി കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് പറഞ്ഞു, എൻ്റെത് കഴിഞ്ഞു. മറ്റേ സ്റ്റാഫ് പറയുന്നു, എൻ്റെത് അടുത്ത വർഷമാണ് സാർ എന്ന് പറയുന്നു. അപ്പോൾ സുധി ഒന്ന് കളിയാക്കി ചിരിക്കുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഓണറും സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. സച്ചിയോടായി ഓണർ പറയുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഷോപ്പ് വളരെ നല്ല രീതിയിൽ ഒരു നല്ല ആളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. അത് കണ്ട് ചന്ദ്രമതിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. സച്ചിയെ അയാൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദേഷ്യത്തോടെ നോക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നു, ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയുള്ളൂ. ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ചെയ്തിട്ട് എന്നെ ഒരാൾ നല്ലത് പറയുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓണർ സന്തോഷത്തോടെ പോകുന്നു. ഓണർ പോകുന്നത് നോക്കി നിൽക്കുന്ന സച്ചിയോടടുത്തായി രേവതി വന്ന് പറയുന്നു, സച്ചിയേട്ടാ നമുക്കെന്തെങ്കിലും വാങ്ങിക്കണ്ടേ? അപ്പോൾ സച്ചി പറയുന്നു, നീ എന്തെങ്കിലും വാങ്ങിക്കൂ. അപ്പോൾ രേവതി പറയുന്നു, നമുക്കൊരു മിക്സി വാങ്ങിയാലോ? അപ്പോൾ സച്ചി പറയുന്നു, നിന്റെ ഇഷ്ടം, അതെന്താണോ നമുക്കത് വാങ്ങിക്കാം. അപ്പോൾ പുറകിൽ നിന്ന് ചന്ദ്രമതി അവർ കേൾക്കാതെ മൈൻഡ് വോയിസായി പറയുന്നു, ഓ പിന്നെ വാങ്ങും എന്ന് പറയുന്നു. അതിനുശേഷം അടുത്ത സീനിൽ രേവതി മിക്സി നോക്കുന്നു. അവിടേക്ക് വരുന്ന സച്ചി, രേവതി നീ നോക്കുന്നതല്ലാതെ ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നു, എന്ത് വിലയാ ഇതിനൊക്കെ? അപ്പോൾ സച്ചി പറയുന്നു, ഇതില്ലാതെ അടുക്കളയിൽ പറ്റില്ലല്ലോ. ഇത് വന്നതോടെ പെണ്ണുങ്ങൾക്ക് അസുഖങ്ങളെല്ലാം കുറഞ്ഞു. പഴയ അമ്മിക്കല്ലുണ്ടായിരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അസുഖമൊന്നുമില്ല. ഇപ്പോൾ മിക്സി വന്നതിന് ശേഷം പെണ്ണുങ്ങൾക്കൊക്കെ അസുഖം കൂടി. അപ്പോൾ രേവതി പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു അമ്മി മേടിച്ചോണ്ട് വീട്ടിൽ പോവാം. സച്ചിയേട്ടൻ അമ്മിയിൽ അരയ്ക്കൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി അന്തം വിട്ട് നിൽക്കുന്നു. അപ്പോൾ രേവതി പറയുന്നു, ഇത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ജോലി കുറഞ്ഞത്. പണ്ടൊക്കെ ആളുകൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇന്നും അങ്ങനെ കരുതി ആളുകളെല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്നാൽ സച്ചിയേട്ടൻ എങ്ങനെ ജീവിക്കും? സച്ചിയേട്ടൻ്റെ വണ്ടിയിൽ ആര് കയറും എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി ചെറുതായി ചമ്മി
അപ്പോൾ രേവതി ചോദിക്കുന്നു, ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നു, ഒന്നും പറയുന്നില്ലേ, ഞാൻ അപ്പുറത്തുണ്ടാവും, നീ നോക്ക് എന്ന് പറഞ്ഞ് സച്ചി ചമ്മി അങ്ങോട്ടേക്ക് പോകുന്നു. ചന്ദ്രമതിയുടെ കൂട്ടുകാരിയോട് പറയുന്നു, ഒരു ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചിട്ട് പറയുന്നു, സുതിമോൻ സുതിമോൻ കമ്പനി സാധനം മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ചന്ദ്രമതിയുടെ കൂട്ടുകാരി വർഷയുടെ അമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ആ മഹിമ ഒന്നും വാങ്ങിയില്ലല്ലോ, ചുമ്മാ നോക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രമതി പറയുന്നു, അവള് വാങ്ങിക്കോളും എന്ന് പറയുന്നു. മഹിമ AC നോക്കുന്നിടത്തേക്ക് സുധി വരുന്നു. സുധിയോട് മഹിമ ചോദിക്കുന്നു, എന്താ സുധി, പുതിയ AC മോഡലൊന്നും ഇല്ലേ? അപ്പോൾ സുധി പറയുന്നു, ഉണ്ട് ആൻറ്റി, 1.5 ലക്ഷത്തിന്റെ ഒരു മോഡലുണ്ട്. എങ്കിൽ അത് തന്നെ വാങ്ങാം എന്ന് പറയുന്നു മഹിമ. അങ്ങനെ സുധി തന്റെ സ്റ്റാഫിനെ വിളിക്കുന്നു. സ്റ്റാഫിനോട് പറയുന്നു, ആന്റിക്ക് പുതിയ 1.5 ലക്ഷം രൂപയുടെ AC കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് മഹിമയോട് അവരെ പരിചയപ്പെടുന്നു. ഇത് അവരുടെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഇവിടുത്തെ ജോലിക്കാരാണ്. അത് കേട്ട് ചന്ദ്രമതി പുറകിൽ നിന്ന് സന്തോഷിക്കുന്നു. ചന്ദ്രമതി കൂട്ടുകാരിയോടെ പറയുന്നു, കണ്ടേ, 1.5 ലക്ഷം രൂപയുടെ AC ഞാൻ ചുമ്മാതല്ല മഹിമയെ വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നു. അത് കണ്ടുവരുന്ന സുധിയുടെ കൂട്ടുകാരൻ സുധിയോട് പറയുന്നു, ഓ നിന്റെ സമയം തെളിഞ്ഞടാ എന്ന് പറയുന്നു. അത് കേട്ട് സുധിയും സന്തോഷിക്കുന്നു. അതിനുശേഷം സച്ചിയും രേവതിയും കൂടെ ഒരു മിക്സി സെലക്ട് ചെയ്ത് അത് പൊക്കിക്കോ എന്ന് പറഞ്ഞ് സച്ചി രേവതിയോടായി പറയുന്നു. അങ്ങനെ രണ്ടുപേരും മിക്സിയും എടുത്ത് കൗണ്ടറിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ നിന്ന് ചന്ദ്രമതി അവരെ തടയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു? അപ്പോൾ രേവതി പറയുന്നു, ഞങ്ങൾ ഈ മിക്സി വാങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി അതിന്റെ വില നോക്കിയിട്ട് പറയുന്നു, 5000 രൂപ. 5000 രൂപയുടെ മിക്സി മഹിമ വാങ്ങിയത് കണ്ടോ, 1.5 ലക്ഷം രൂപയുടെ AC ആണ്. അപ്പോൾ സച്ചി കളിയാക്കി തിരിച്ചു ചോദിക്കുന്നു, അതെന്താ, അപ്പോൾ ഞങ്ങളെന്താ 1.5 ലക്ഷം രൂപയുടെ AC വാങ്ങിക്കണോ എന്ന് പറയുന്നു. അപ്പോൾ തിരിച്ച് ചന്ദ്രമതി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു, 1.5 ലക്ഷം രൂപയുടെ പോയിട്ട് നിനക്കൊരു 10,000 രൂപയുടെ സാധനം വാങ്ങാനുള്ള കെൽപ്പുണ്ടോടാ എന്ന് ചോദിക്കുന്നു. തെരഞ്ഞ് ഏറ്റവും വില കുറഞ്ഞ മിക്സി എടുത്തോണ്ട് വന്നിരിക്കുകയാണ് നിന്റെ ഭാര്യ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നു, വില കുറഞ്ഞാലെന്താ, അത് വാങ്ങിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ രേവതി എന്ന്, അതിന് 2 നല്ല വാക്ക് അവളോട് പറയുക, അല്ലാതെ ഇങ്ങനെ കളിയാക്കിയല്ലാതെ ചെയ്യേണ്ടത്. അപ്പോൾ സച്ചി പറയുന്നു, അമ്മയുടെ വായിന്ന് നല്ല വാക്കുകൾ വല്ലതും വരുമോ എന്ന് ചോദിക്കുന്നു സച്ചി. അപ്പൊ അച്ചമ്മ പറയുന്നു, വരും, കാശുള്ളവരെ കാണണം, എങ്കിലേ നല്ല വാക്ക് വരൂ എന്ന് പറയുന്നു അച്ചമ്മ. സച്ചി പറയുന്നു, രേവതി വരൂ, നമുക്ക് ബില്ലടച്ചിട്ട് പോവാം. അപ്പോൾ ചന്ദ്രമതി പറയുന്നു, നിക്ക്, ബില്ലടയ്ക്കാൻ വരട്ടെ, ആദ്യം മഹിമ ബില്ലടിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ സച്ചി ചോദിക്കുന്നു, അതെന്താ, കട ഉദ്ഘാടനം ചെയ്തിട്ട് ആദ്യം കൂടിയ ബില്ല് 1.5 ലക്ഷം രൂപയുടെ AC ബില്ലടിക്കട്ടെ എന്ന് പറയുന്നു. മഹിമയുടെ കൈക്കാകുമ്പോൾ ഭാഗ്യവുമുണ്ടാവും, ഇവളുടെ പൂകെട്ടുന്ന കൈക്ക് എന്ത് ഐശ്വര്യമാണ് ഉണ്ടാവുന്നത്. മഹിമയുടെ കൈയാകുമ്പോൾ നല്ല ഐശ്വര്യമുള്ള കൈയാണ്. അപ്പോൾ സച്ചി പറയുന്നു, രേവതി നീ കേട്ടില്ലേ, നിന്റെ കൈക്ക് ഐശ്വര്യമില്ല എന്ന്. ഇരുൾ വീണ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചവുമായി വന്നവളാണ് നീ. എപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ സങ്കടം മാറ്റിയവളാണ്. ഇത് കേട്ട് അച്ചമ്മയും അച്ഛനും സന്തോഷിക്കുന്നു. അവിടേക്ക് വരുന്ന മഹിമയും സുധിയും, ആൻറ്റി വരൂ ആൻറ്റി എന്ന് പറയുന്നു. സുധി അച്ഛനോട് പറയുന്നു, അച്ഛ, നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ മഹിമ ആൻറ്റിയാണ്. മഹിമ ആൻറ്റി 1.5 ലക്ഷം രൂപയുടെ AC വാങ്ങി എന്ന് പറയുന്നു. എന്നിട്ട് ശ്രുതിയോട് പറയുന്നു, ശ്രുതി ബില്ലെടുക്കെന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി മഹിമയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ ബില്ലെടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ശ്രുതി ആ ബില്ല് വാങ്ങി ആൻറ്റിയോടായി പറയുന്നു, ആൻറ്റി ബില്ലിൽ എല്ലാ ഡിസ്കൗണ്ടും ഇട്ടിട്ടുണ്ട്, ഇതാ 1.5 ലക്ഷം രൂപയുടെ ബില്ല്. മഹിമ ആ ബില്ല് വാങ്ങി ബാഗിൽ നിന്ന് 1.5 ലക്ഷം രൂപ ക്യാഷായി എടുത്തു കൊടുക്കുന്നു. അത് കണ്ട് ചന്ദ്രമതിയുടെ കണ്ണ് തള്ളുന്നു. മറ്റുള്ളവർ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അത് കണ്ട സച്ചി രേവതിയോട് ചോദിക്കുന്നു, നിനക്ക് വിഷമമായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രേവതി വിഷമത്തോടെ മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ സച്ചി ചോദിക്കുന്നു, നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്ന്. സച്ചി പറയുന്നു, നീ ഈ മിക്സി എടുക്കണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ രേവതി പറയുന്നു, നമ്മുടെ വീട്ടിലെ മിക്സിക്ക് ചെറിയ തകരാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയതെന്ന് സച്ചിയോട് രേവതി പറയുന്നു. സച്ചി പറയുന്നു, എല്ലാവരുടെയും മുമ്പ് വെച്ച് നിന്നെ അവർ അരച്ചില്ലേ എന്ന് പറയുന്നു. അപ്പോൾ രേവതി പറയുന്നു, അതൊന്നും സാരമില്ല, പുതിയ കട ഉദ്ഘാടനം ചെയ്ത ദിവസം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്ന് പറയുന്നു.
അച്ചമ്മ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, വാ മോളെ ഇനി ബില്ലടിക്കാം എന്ന് പറയുന്നു. അപ്പോൾ രേവതി പറയുന്നു, തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അച്ചമ്മ പറയുന്നു, ഇവിടെ തിരക്കൊക്കെ ഉണ്ടാവും, കടയാവുമ്പോൾ തിരക്കൊക്കെ ഉണ്ടാവും, നീ വാ മോളെ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിച്ചുകൊണ്ട് സുധീരുടെ അടുത്തേക്ക് ചെല്ലുന്നു. സുധി, രേവതിക്ക് ബില്ലടിക്ക് എന്ന് അച്ചമ്മ പറയുന്നു. അപ്പോൾ സുധി പറയുന്നു, വർഷ എന്തോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് രേവതിയുടെ ബില്ലടിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അച്ചമ്മ പറയുന്നു, അതുപോരാ, ആദ്യം രേവതിയുടെ സാധനം ബില്ലടിച്ചു കൊടുക്ക്, അതിനുശേഷം വർഷയ്ക്ക് ബില്ലടിച്ചാൽ മതി എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു. അപ്പോൾ ശ്രുതിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശ്രുതിയോട് പറയുന്നു, ശ്രുതി ബില്ലെടുക്ക് എന്ന് പറയുന്നു. അങ്ങനെ ശ്രുതി രേവതിയുടെ മിക്സിയുടെ ബില്ലെടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നു. ശ്രുതി ബില്ല് രേവതിക്ക് നേരെ കൊടുക്കുന്നു. രേവതി നീട്ടി ബില്ല് നോക്കിയിട്ട് പൈസ കൊടുക്കുന്നു. അപ്പോൾ അച്ചമ്മ പറയുന്നു, ശ്രുതി, ഇതാണ് നിന്റെ ആദ്യത്തെ കച്ചവടം എന്ന് മനസ്സിൽ കരുതിക്കോ. ഐശ്വര്യമുള്ള കൈയാണ് രേവതിയുടേത്, ദൈവങ്ങൾക്ക് പൂകെട്ടുന്ന കൈയാണ്, ഐശ്വര്യമുള്ള രാശിയാണ് അവളുടേത്, അതുകൊണ്ട് നിന്റെ കച്ചവടം പൊടി പൊടിക്കും എന്ന് അച്ചമ്മ പറയുന്നു. അപ്പോൾ ചന്ദ്രമതിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിന്റെ കടയ്ക്കും ഉയർച്ച ഉണ്ടാവും, നീ ആ കാശ് വാങ്ങിക്ക് എന്ന് അച്ചമ്മ പറയുന്നു. രേവതി ശ്രുതിക്ക് പൈസ നീട്ടുന്നു. ശ്രുതി അത് വാങ്ങിക്കുന്നു. അച്ചമ്മയുടെ ഡയലോഗ് കണ്ട് സച്ചിയുടെ അച്ഛന് നല്ല സന്തോഷമാകുന്നു. ശ്രുതിക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. വർഷയും ശ്രീകാന്തും നല്ല സന്തോഷത്തോടെ നിൽക്കുന്നു. അച്ചമ്മ ചന്ദ്രമതിയെ വിളിക്കുന്നു. ചന്ദ്രമതി ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കുന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നു, എന്താ അമ്മേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ എന്നറിഞ്ഞാലേ നീ വരുവോളോ എന്ന് പറയുന്നു. ചന്ദ്രമതിയെയും വിളിച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് അച്ചമ്മ ചെന്നിട്ട് ചോദിക്കുന്നു, നീ ആരാ നാടി നിന്റെ വിചാരം? അപ്പൊ ചന്ദ്രമതി ചോദിക്കും, ഞാൻ എന്ത് ചെയ്തമ്മേ? നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ വലിയ കൊമ്പത്താണെന്നാണ് നിന്റെ വിചാരം. അവിടെ അത്രയും ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്ന് അച്ചമ്മ പറയുന്നു. നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലേ? നീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്തിനാണ് രേവതിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് എന്ന് ചോദിക്കുന്നു. അവളെ കൊച്ചാക്കി കാണിക്കുമ്പോൾ നിനക്കെന്താ സുഖം കിട്ടുന്നതെന്ന് ചോദിക്കുന്നു അച്ചമ്മ. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ രേവതിയെ സങ്കടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാവം നിന്നോട് എന്ത് ചെയ്തിട്ടാണ് നീ അവളെ സങ്കടപ്പെടുത്തുന്നത്? അവൾ കരഞ്ഞു കാണാതെ നിനക്ക് ഉറക്കം വരില്ലേ എന്ന് ചോദിക്കുന്നു. അവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ എന്നേ നിന്റെ ചെകിടത്ത് അടിച്ച് പൊട്ടിച്ചേനെ എന്ന് പറയുന്നു അവളെ ഭർത്താവിനെയും കൂട്ടി. എന്നിട്ട് അവൾ എന്നേ പോയേനെ എന്ന് പറയുന്നു. അവർ രണ്ടുപേരും വീട് വിട്ടു പോകാൻ നീ കരുതിക്കൂട്ടി ഇങ്ങനെ പെരുമാറുന്നതാണോ എന്ന് ചോദിക്കുന്നു. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. വർഷയുടെ അമ്മ വിശിഷ്ട അതിഥി അല്ലേ? അങ്ങനെയല്ലേ രേവതിയുടെ അമ്മ? നീ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എല്ലാവരെയും ഒരേപോലെ കാണണം. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതിയോ? രേവതി ആദ്യ വിൽപ്പന സ്വീകരിച്ച എന്താ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഉള്ള ആരേക്കാളും ഐശ്വര്യമുള്ള പെണ്ണ രേവതി എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി പറയുന്നു, പിന്നെ ഐശ്വര്യമുള്ള പെണ്ണായോണ്ട് അവളെ വീട്ടിൽ തങ്കവും സ്വർണവും എല്ലാം കുഴിച്ചിട്ടേക്കല്ലേ എന്ന് പറയുന്നു. വർഷയുടെ അമ്മ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഐശ്വര്യം അവർക്കുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ വർഷയെ കൊണ്ട് ആദ്യ വിൽപ്പന നടത്തിയത്. എന്താ രേവതി നല്ല രീതിയിലല്ലേ ജീവിക്കുന്നതെന്ന് നീ എന്താ അത് കാണാത്ത എന്ന് ചോദിക്കുന്നു. നീ എല്ലാരെയും ഇപ്പൊ ഈ കരയിക്കുന്നതിന് നീ ഇഷ്ടപ്പെടുന്നവർ നിന്നെ കരയിക്കുന്ന ഒരു ദിവസം വരും. നീ കാത്തിരുന്നോ? നിന്നെ ഇഷ്ടപ്പെടുന്നവർ നിന്നെ വലിച്ചു താഴെയിടുന്ന ഒരു ദിവസം വരും എന്ന് വിരട്ടി അച്ചമ്മ പറയുന്നത് കേട്ട് ചന്ദ്രമതി ഞെട്ടി നിൽക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്തായാലും ഉടനെ പോവും. പക്ഷെ ഇനി എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായെന്നറിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വരും. നിനക്ക് പഴയ കലാവതിയെ അറിയാലോ. നീ വയസ്സായെന്നൊന്നും നീ കരുതണ്ട. പഴയ കലാവതിയായി മാറാൻ എനിക്ക് വലിയ താമസവുമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ വിരട്ടിയിട്ട് അച്ചമ്മ അവിടെ നിന്ന് പോകുന്നു. ചന്ദ്രമതി ചെറുതായി ഒന്ന് പേടിച്ച് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് കൗണ്ടറിലിരുന്ന് പൈസ എണ്ണുന്ന ശ്രുതിയെയാണ്. അത് കണ്ട് ശ്രുതി പറയുന്നു, എനിക്ക് നല്ല സന്തോഷമുണ്ട് ശ്രുതിയെ ഇങ്ങനെ കാണുന്നതിൽ. അപ്പോഴേക്കും അവിടെ പഴയ 2 സ്റ്റാഫുകൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താ സാർ ഞങ്ങളെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു, നിങ്ങളുടെ ജോലി മതി എന്ന് പറയുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, എന്താ സാർ ഞങ്ങളെ പിരിച്ചുവിടുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങളെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ നിങ്ങളെ എനിക്ക് ജോലിക്ക് വേണ്ട, എനിക്ക് 2 യങ്ങായ ആൾക്കാരെയാണ് ആവശ്യം നിങ്ങളെ വെച്ച്. അപ്പോൾ അവർ പറയുന്നു, സാർ ഞങ്ങളെ കൊണ്ട് ഈ സ്ഥാപനത്തിന് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കാരണമാണ്, ഞങ്ങളുടെ കഷ്ടപ്പാടുമാണ് ഈ ഷോപ്പ് ഇങ്ങനെ വലിയ രീതിയിൽ ഉയരാൻ കാരണം.
എന്നിട്ട് സുധി നവീൻ എന്ന് പറഞ്ഞ് പുതിയൊരാളെ അവിടേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ ഷോപ്പിലെ നവീൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുമുണ്ട്. എനിക്ക് യങ് ബ്ലഡാണ് ആവശ്യം, അല്ലാതെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ആൾക്കാരെ അല്ല എന്ന് പറയുന്നു. അവിടെ വിഷമിച്ച് നിൽക്കുന്ന സ്റ്റാഫുകൾ സന്തോഷത്തോടെ, സുധി അഭിമാനത്തോടെയും സുധി നിൽക്കുന്നു.